കോമഡി മസാലയുടെ ഇന്നത്തെ ഈ പുത്തൻ ചിരിക്കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ ഷോയുടെ ഭാഗമാവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഷോയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളെ കൂടി സ്വാഗതം ചെയ്യുകയാണ്, സുധി കൊല്ലം ആൻഡ് ഉല്ലാസ് പന്തളം. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. അതെന്താ ഒരു പുച്ഛം? എന്ത് പുച്ഛം? പുച്ഛിച്ചല്ലേ? പുച്ഛിച്ച പോലെ തോന്നി. ആണ് എന്റെ ഫേസ് ചില സമയത്ത് അങ്ങനെ ആവുക. ഉല്ലാസേട്ടാ സുഖല്ലേ? സുഖം. നമ്മള് എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യല്ലേ? അതെ അതെ അതെ, അടിപൊളിയായിട്ട്. യെസ്. അപ്പൊ കോമഡി നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കും. യെസ്. അപ്പൊ കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇവരെ രണ്ടുപേരെയും ആ സീറ്റിൽ നമുക്ക് പ്രതിഷ്ഠിക്കേണ്ടതുണ്ട്. പ്ലീസ്. നമ്മളിനി ഒരു തകർപ്പൻ സ്കിറ്റ് കാണാൻ പോവാണ്. ഈ സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ടീം കോമിക് റൈഡേഴ്സ്. എന്താണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തൊരു ശബ്ദം അവിടെ കേട്ടത്? സാർ ഇതിന്റെ ബാക്കിൽ ഒരു കുളം കണ്ടോ? കുളം ഞാൻ രാവിലെ കണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞാൻ പല്ലിയപ്പും കുളിയൊക്കെ കഴിഞ്ഞത്. ഇവിടെ ഡാൻസ് കളിച്ച പെങ്കൊച്ച് അത് കണ്ടില്ല. കണ്ടില്ല. അങ്ങനെ ഡാൻസ് കളിച്ച കൊച്ചിനെ കൊണ്ടുള്ള ശല്യം അവിടെ തീർന്നു. ഒരു സത്യം പറയട്ടെ, എനിക്ക് ഒന്നാമത് ആ കോറിയോഗ്രാഫി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് വല്ല ഡാൻസ് ഒക്കെ ഉണ്ടാണ് പടം പിടിക്കുന്നത്. ഇങ്ങനെയുള്ള ഡാൻസ് ഒക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പടം എങ്ങനെ ഓടും? എങ്ങനെ ഓടും? സാധാരണയുള്ള ഡയറക്ടർമാരെ പോലുള്ള ഒരു ഡയറക്ടർ ആണോ ഞാൻ? അല്ലല്ല. എന്റെ പടം ഇറങ്ങുമ്പോൾ ഞെട്ടണം. അത് ഞെട്ടുമല്ലോ. എങ്ങനെ? പടം പൊട്ടോ നമ്മൾ ഞെട്ടും. ആദ്യമേ പറഞ്ഞു എന്നെ കൂടെ ഞെട്ടിക്കാതെ. അത് മാത്രമല്ല, ഈ പടം എന്ന് പറയുമ്പോ ഈ കാശ് എനിക്കൊരു വിഷയമേ അല്ല. അതെന്താ സാർ? എടുത്ത് പെരുമാറാൻ നമ്മളിൽ ഇല്ലല്ലോ. ഒറ്റയ്ക്ക് മാത്രമല്ലേ ടെൻഷനുള്ളൂ. അത് മാത്രമല്ല, ഈ പുതുമുഖങ്ങളായ കോറിയോഗ്രാഫർമാരെ നമ്മൾ കൊണ്ടുവരണം. അവരെ കൊണ്ടുവന്ന് നമ്മൾ നല്ല നല്ല സംഭവങ്ങൾ ഇറക്കി വിടട്ടെ. അവര് കമ്പോസ് ചെയ്യട്ടെ. പുള്ളി വരുമ്പോ പെർഫോം ചെയ്തേ വരുള്ളൂ. പുള്ളി പെർഫോം ചെയ്ത് മാത്രം ഇങ്ങോട്ട് വരത്തുള്ളൂ. അത് കണ്ടിട്ട് സാർ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചു. എനിക്ക് വിലയിരുത്തി വരാൻ പറയൂ. സ്റ്റാർട്ട് ആക്ഷൻ വിത്ത് ക്യാമറ വിത്ത് പാട്ട്. അങ്കമ്പാടിയിലുള്ള പിള്ളേരെ വെച്ചല്ല ഞാൻ ഈ പടം ഷൂട്ട് ചെയ്യുന്നത്. വലിയ വലിയ സിനിമാ താരങ്ങളെ വെച്ചാണ് ഞാൻ പടം ഷൂട്ട് ചെയ്യുന്നത്. മക്കൾ വന്ന വഴി തന്നെ പോ ചെല്ല്. ഈ വിവരം വെളിവില്ലാത്തവൻ പലതും പറയും. പറഞ്ഞുവിടെ. അടുത്തതിന് വിളിക്കാം കേട്ടോ. അടുത്തതിന് വിളിക്കാം. അടുത്തതിന് നീ ഉണ്ടോ നോക്ക്, എന്നിട്ടാണ് നീ അവനെ വിളിക്കാൻ വേണ്ടി. നമ്മൾ ഈ ക്യാമറ എങ്ങോട്ട് വെക്കും, എവിടെ വെക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ നമുക്ക് എത്താം. ഫസ്റ്റ് ക്യാമറ നമുക്ക് ഇവിടെ വെച്ചാലോ? സെക്കൻഡ് ക്യാമറ അഞ്ചാമത്തെ നിലയിൽ നമുക്ക് താഴോട്ട് സൂം ചെയ്ത് ഇറക്കാം. മൂന്നാമത്തെ ക്യാമറ നമ്മൾ ഒരു ഏടി കിട്ടിയിട്ടുണ്ടല്ലോ. ഇതുവഴി ഇങ്ങനെ ഓടി നടക്കും ഈ ക്യാമറ. കറങ്ങിക്കൊണ്ട് നടക്കും. എന്താ സാറേ ഇതെന്താ വീഗാലാൻഡിലെ റൈഡാണോ? അല്ല, ഒരു സ്റ്റാൻഡും ഉണ്ട്, ഒരു ക്യാമറയുണ്ട്. അവിടെ വെക്കണം, ഇവിടെ വെക്കണം, അവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനെങ്കിലും എനിക്ക് ശമ്പളം തരണേ. കുറെ നാളായി. ഇയാൾക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലാക്കില്ല. ഒറ്റ ക്യാമറ ഇല്ലേ ഉള്ളൂ. ഷൂട്ടിംഗ് ആണ് ഒരുപാട് നിൽക്കല്ലേ. നമ്മൾ ബിഗ് ബഡ്ജറ്റ് ആണ് ചെയ്യുന്നത്, അവർ അറിയണ്ടേ? സാർ ഒരു സംശയം പറഞ്ഞോളൂ. നമ്മുടെ ഈ ക്യാമറയെ മിഡിൽ വെക്കണോ വൈഡിൽ വെക്കണോ? ഒരു കാര്യം ചെയ്യും, സൈഡിലോട്ടോ എല്ലാം കൊണ്ട് ആരെങ്കിലും തട്ടിയിട്ട് പൊട്ടിക്കലോ. അതല്ലല്ലോ, ക്യാമറ എവിടെ വെക്കണോന്ന്. ക്യാമറ എവിടെ വെക്കണതാ? ഇവിടെ കഴുകി അലമാരയിൽ ഈ ആവശ്യമുള്ളപ്പോ എടുക്കാമല്ലോ. ശബ്ദമാണ് പതുക്കെ പറ. എന്ത് ശബ്ദം? ഭയങ്കര വിലപിടിപ്പുള്ള സാധനമാണ്. 10 ലക്ഷം രൂപയായി ഇതില്. ആണോ? മുത്തൂറ്റിലെ 1.25 രൂപയുള്ള പലിശ. നിനക്കറിയാവോ എത്ര ഡയറക്ടർമാരെ വിളിച്ചാന്നറിയാവോ? തള്ളയ്ക്കും നത്തയ്ക്കും ആയിരിക്കും. പിന്നെ നുണ പറയാം. നേരം തിന്നുന്നുണ്ടല്ലോ. പുതുമുഖങ്ങൾ വല്ലതും വന്നായിരുന്നു? രണ്ടുപേരും വന്നൊക്കെയാണ്. ഇന്റർവ്യൂ ചെയ്യാൻ മുട്ടി നിൽക്കുന്ന വിളിക്കട്ടെ. കേറി വാ. സുന്ദരനാം ജോലിയില്ലാത്തവർ അവസരം തന്നിടണേ. സുന്ദരനാം ജോലിയില്ലാത്തവർ അവസരം തന്നിടണേ. പാപമാണു ഞാൻ, വെകളിയാണു ഞാൻ. പാപമാണു നാം, വെകളിയാണു ഞാൻ. ഞങ്ങൾക്കുള്ള വേഷം തന്നിടണേ. അവ ചുരുട്ടി വെച്ചേക്കണ്, തിന്നിട്ട് കഴിച്ചു പോ. വേഷത്തിന് വന്നാണോ? വേഷമൊക്കെ തരാം, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേഷം തന്നിട്ട് പോവരുത്. അപ്പൊ നമുക്ക് ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടട്ടെ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? ഉണ്ണിത്താൻ. താൻ ആളെങ്ങനെയാ? പാവത്താൻ. തീറ്റയും കൂടിയൊക്കെ തന്നത്താൻ. ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്ന് പറയിക്കും. എന്താ പേര്? ബാബു. കഴിഞ്ഞിട്ടുള്ള പൂ. അടിപൊളി പൂ. അപ്പൊ നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. താങ്കൾക്ക് ഞാനൊരു വേഷം തന്നാൽ എന്ത് ചെയ്യും? ഞാൻ ഇട്ടോണ്ട് കിടക്കും. ഞാനൊരു അടിപൊളി സീന് താങ്കൾക്ക് തന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഞാൻ വെളുക്ക ഇരുന്ന് കാണും.
സാർ ഉദ്ദേശിച്ചതേ ഒരു റോള് തന്നാൽ എന്ത് ചെയ്യുമെന്ന്. ഞാൻ ഉരുട്ടിക്കൊണ്ട് കിടക്കും. ഞാനാണെങ്കിൽ ഒരു പാറയുടെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് ഉരുട്ടി ശ്ശോടാ, ഭയങ്കര മനോധർമ്മം. ഭയങ്കര മനോധർമ്മം. ഒരു സീക്വൻസ് തന്നാൽ എന്ത് ചെയ്യും? ഇനി അതും കൂടെ മാർക്ക് എടുത്ത് കൊടുക്കും. ആ പടം ഒറ്റ സീക്വൻസിലോ അതാ ഞാൻ ദാ ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ. അപ്പൊ അതൊക്കെ പോട്ടെ, നമുക്ക് സിനിമയെ കുറിച്ച് പഠിക്കാം. ഈ സിനിമ എന്ന് പറയുമ്പോൾ ഡയലോഗിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. നന്നായിട്ട് ഡയലോഗ് പ്രസന്റേഷൻ ചെയ്യുന്ന ആളിന് മാത്രമേ ഞാൻ ഈ സിനിമയിലെ മെയിൻ വേഷം കൊടുക്കൂ. അതിനു മുമ്പ് എന്തുണ്ടെങ്കിലും സാറിനെ തൃപ്തിപ്പെടുത്തണം. എന്നെ സാറിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഷമാണ്. വേഷം ഉറപ്പാണ്. തൃപ്തിപ്പെടുത്തണം. അതൊന്നും ഇവിടെ പറയണ്ടായിരുന്നു. പിന്നെ സാറ് ലാലേട്ടനുമായിട്ട് നല്ല കൂട്ടാണ്, നല്ല കമ്പനിയാണ്. സീരിയസ് ആയിട്ട് ഓക്കെ. കള്ളം ഇല്ല, പറയില്ല. ചോദിച്ചോ. എന്റെ പൊന്ന് സാറേ. സാറേ, ഈ കൈ കൂടെ ലാലേട്ടന്റെ വലിയൊരു ഫാനാണ് ഞാൻ. ആണോ? ലാലേട്ടന്റെ നമ്പർ ഒന്ന് ഒപ്പിച്ചു തരൂ. ലാലിന്റെ നമ്പറൊക്കെ തരാം. പക്ഷെ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞ് പുള്ളിക്കാരനെ വിളിക്കാവൂ. അത് ഇപ്പം വിളിച്ചത് ഇപ്പം വിളിച്ചോ, ഞാനിപ്പുറത്തിരുന്ന് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയല്ലടാ. കോള് വരുമ്പോ എടുക്കുമ്പോ വീണ് കയ്യാ കാലം ഒടുങ്ങി കഴിഞ്ഞാൽ ആര് സമാധാനം പറയോടെ ആർക്കത്? ഏത് ലാലിന്റെ കേസ്? പെയിന്റിങ് പണിക്ക് പോണ മുട്ടത്ര ലാൽ. ആ മുട്ടക്കറി ലാലിന്റെ കേസല്ല, മോഹൻലാൽ. മോഹൻലാലോ? അയ്യോ, ആരാണ്? ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേഷം തരുമ്പം 2 വേഷം തരണം. അതെന്തുണ്ടേ? ഒന്ന് പൊളിഞ്ഞാലും മറ്റൊരു പിടിച്ച് കയറാമല്ലോ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഡയലോഗ് പ്രസന്റേഷൻ ഉള്ള ഒരു വേഷം എന്ന് പറയുമ്പോ അമ്മാവന്റെ വേഷമാണല്ലേ? അമ്മാവന്റെ വേഷം. അപ്പൊ അമ്മാവന്റെ വേഷം പുള്ളിക്കാരനെ കൊണ്ട് അയ്യോ, കൊടുത്താലോ? മതി, മതി, മതി. പുള്ളിക്കാരൻ ആപ്റ്റാണ് അത്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ അമ്മാവൻ ആ, എവിടെന്നാണ് വരുന്നത്? അങ്ങ് ബോംബെ. അച്ഛാ! ഇതിനിടയ്ക്ക് ഹിന്ദിയൊക്കെ പഠിച്ച് പുള്ളിക്കാരന് ഹിന്ദിയൊക്കെ അറിയാം. 5 വർഷം ബോംബെയിലല്ലേ താമസിച്ച പുള്ളിക്കാരൻ. ഓ, serious ആയിട്ട്. ഓ. ബച്ചപ്പമേ മീരാനെ സാധുക്കപ്പ കൃഷ്ണൻകുടി കൈസമ്പിലൊക്കെ സംശയനാ. അമ്മാവന്റെ വേഷം ഫിക്സ് ചെയ്തെന്ന് പറ. എന്നെ എന്തിനു തള്ളക്ക് വിളി? തള്ളക്ക് വിളിച്ചല്ല, അത് ഹിന്ദിയിൽ ഡയലോഗ് പറഞ്ഞു. ഓ, അത് മാത്രമല്ല പറയരുത്. ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. പറയരുത്. എന്നാ പിന്നെ പറയില്ല. പിന്നെ പറ. അടങ്ങ് ഇടക്കാരി പോണ്. ഹിന്ദിയിൽ പാട്ട് പാടും പുള്ളി. ഹിന്ദിയില് പാട്ടും പാടുമെന്ന്. ഹിന്ദിയിൽ പാട്ട് പാടോ? അടിപൊളി പാട്ടാണോ? അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. മറ്റേ ആരാട്ട് ഏതാണ്ടൊക്കെ ഒരു സിനിമയിൽ മറ്റേ അബ്ദുള്ളയുടെ ഒരു പടത്തില് തുമ്പടി മാഷാന ഹലോ അബ്ദുള്ള അതുപോലുള്ള ഒരു പാട്ട് നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ ഹിറ്റ് ആവൂലേ? ഒരു 2 വരി സാറ് പറഞ്ഞോണ്ട് പാടാ. ശ്രദ്ധിച്ചു കേട്ടോ. ഗണിമുള്ളവനാണ്. तेरे मेरे बीच में कैसा है ये बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना, मैंने नहीं जाना तूने नहीं जाना. അടിപൊളി പാട്ടായിരുന്നു, ഗംഭീരമായിരുന്നു അല്ലേ? നല്ല നല്ല ഉഗ്രം പാട്ടായിരുന്നു, അടിപൊളി പാട്ടായിരുന്നു. സംഗതിയൊക്കെ നല്ലതായിരുന്നു. അതെ, എനിക്കൊരു ആഗ്രഹം ആ പാട്ടിന്റെ അർത്ഥം ഒന്ന് പറയാം. അതെ അതെ അതെ, അത് വേണം, അത് വേണം, അത് വേണം. അല്ല, പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്തോന്നു ഇഷ്ടപ്പെട്ടല്ല, ഹിന്ദി പാട്ടല്ലേ, എനിക്ക് മനസ്സിലായില്ല. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലായില്ല. അർത്ഥം പറയൂ please. അർത്ഥം പറയണോ ഞാൻ? ആ, അർത്ഥം അതെ, പറയണം. പറഞ്ഞു. വേണ്ടേ? വേണോ? വേണ്ടേ? വേണം. വേണം. അർത്ഥം അറിയണം. എന്നാ പിന്നെ അർത്ഥം പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോളാം. തേരെ മേരെ ബീച്ചുമേ, ഒരുപാട് തിരകളുള്ള വലിയൊരു ബീച്ച്. कैसा है ये बंधन. 2 കൈയും അത് ക്രൂരമായി ബന്ധിച്ചിട്ടിരിക്കുന്നു. ആരെ? അഞ്ചാന, 1 2 5 ആനകൾ. मैंने नहीं जाना, അമ്മച്ചാണ്, ഞാൻ അവിടെ പോവൂല. തൂനെ നഹി ജാന. ദൈവത്തിനാണ് എന്റെ പൊന്ന് ഡയറക്ടർ സാർ, അവിടെ പോവരുത്. ഞാൻ പോവൂല. അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട്. അർത്ഥം ഇഷ്ടപ്പെട്ട? ഹലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. പാട്ട് നല്ലായിരുന്നു. സത്യത്തില് നിങ്ങൾ മലയാള സിനിമയിൽ വരേണ്ട ആളല്ല, അയ്യോ അയ്യോ, അയ്യോ. എന്താപ്പാ? നിങ്ങൾ ബോളിവുഡിലേക്ക് പോകേണ്ട ആളാണ് ഈശ്വരാ, അനുഗ്രഹിക്കണം. കേട്ടോ. അതെ, അതെ. ഹലോ, ഹലോ. നിങ്ങൾ ബോളിവുഡിലേക്ക് പോകും തന്നെയല്ലേ? കേട്ടോ. പോകുമ്പോ ഒറ്റയ്ക്ക് പോകരുത്, പിന്നെ ഒരു 4 പാപ്പാമാരെ കൂടെ കൊണ്ടുപോകണം. എന്തിന്? ഈ 5 ആനയെ നീ ഒറ്റയ്ക്ക് മേച്ചോണ്ട് പോവോ? ഓ, ഇല്ലല്ല. പോവില്ല. പോവില്ല. അപ്പൊ അമ്മാവന്റെ വേഷം ഫിക്സ്. അപ്പൊ ഇനിയുള്ളൊരു ആകെയുള്ളൊരു വേഷം എന്ന് പറയുമ്പോ ഒരു വില്ലന്റെ വേഷമാണ്. അപ്പൊ വില്ലന്റെ വേഷം ആർക്ക് കൊടുക്കുന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണല്ലേ. ആ മുട്ടത്തല്ലേ കൊടുത്താലോ? പുള്ളിക്കാരൻ കൊടുത്താലോ? ഒരു വില്ലന്റെ വേഷമുള്ളത് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഒരു വില്ലന്റെ വേഷമുള്ളത് താങ്കൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ല, അതെ, തമാശ പറയില്ല, സത്യം, സീരിയസ് ആയിട്ട്. ത്രൂ ഔട്ടും ഇല്ല. അങ്ങനാണെങ്കിൽ 1 മിനിറ്റ് സാറേ. വില്ലന്റെ വേഷം ചെയ്യണം. വില്ലനെ ഉൾക്കൊള്ളിച്ച് ആവാഹിച്ച് കൊണ്ടുവരാൻ പോയതാണ്. സൂപ്പറായിട്ട് ചെയ്യുന്നു. അടിപൊളിയായിട്ട് ചെയ്യല്ലോ. ഉഗ്രനായിട്ട് ചെയ്യും. എന്റെ ഫിലിമൊക്കെ വേസ്റ്റാക്കല്ലേ? നാടകം തന്നെയാണ്. വില്ല ഓക്കെ, വില്ല ഓക്കെ, വില്ല ഓക്കെ. അമ്മച്ചി,
ഒരു കയ്യിൽ എന്നെയും മറുകയിൽ ആൻഡ്രൂസിനെയും കൊണ്ട്. എന്താടാ ഇത്? ആരടാ ഇത്? ഞാൻ മറ്റേ ജോൺ ഖോന. ജോൺ ഖോന. ഇതെന്തോന്ന്? ഇത് മറ്റേ മാലയുള്ള കണ്ണാടി. ഇതാ ഇത് ആൻഡ്രോസിന്റെ പെട്ടി. ആരുള്ള കണ്ണാടി മാറ്റി വെയ്, പെട്ടി അങ്ങോട്ട് താഴെ വെയ്. എന്റെ പൊന്നു മക്കളെ, ഞാൻ പാവപ്പെട്ടൊരു വില്ലനാണ് ഉദ്ദേശിച്ചത്. ഒരു പട്ടിണിക്കാരനായി പാവപ്പെട്ടവനായ ദരിദ്രവാസിയായ ഒരു വില്ലൻ, സാധാരണക്കാരൻ. ഫോർ എക്സാമ്പിൾ, താങ്കൾ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പെട്ടിക്കടയുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഗുണ്ട ചാടി വരുന്നു, കത്തിയെടുത്ത് വീശുന്നു. താങ്കൾ എന്ത് പറയും? വേണ്ടാന്ന് പറയും. അതെന്ത്? നമുക്കെന്തിന് വല്ലവന്റെ കത്തി അവൻ കൊണ്ട് പോട്ട്. ബ്രേക്ക് എടുക്കട്ടെ. എന്തോന്ന് ബ്രേക്ക് എടുക്കട്ടെ. കൊന്നുകളയും ഞാൻ. എന്റെ അറിവോ സമ്മതോ കൂടാതെ ലൊക്കേഷനിൽ നിന്ന് ഒരു സാധനം എടുത്താൽ കൊന്നുകളയും ഞാൻ. കംപ്ലീറ്റ് കടം മേടിച്ചിട്ടേക്ക്. അപ്പൊ നമുക്ക് കഥയിലോട്ട് കിടക്കാം. ഒരു കഥയില്ലാത്തവന്മാരെ കൊണ്ട് സിനിമ ഉണ്ടാക്കാമെന്ന് അങ്ങനെ പറയില്ല. കഥയില്ല എന്ന് പറയുന്നു. അണ്ണന്റെ നല്ല അടിപൊളി കഥയുണ്ട്. അണ്ണന്റെ കഥ കേൾക്കണ്ട. അഞ്ചാനെ ആറേനൊക്കെ സൂപ്പർ കഥ. നേരത്തെ പോലെയാണോ? അല്ലല്ല, എന്റെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നിന്ന് കളിക്കാൻ സമയമില്ല. അല്ല, അഭിനയം മാത്രമല്ല, ഞാൻ ഇങ്ങനെ എഴുതുകയും ചെയ്യും. പിന്നെ ഈ കഥയ്ക്ക് ഞാൻ കാണിച്ചു കിട്ടും. നമ്മുടെ കഥ പകുതി ആയില്ലേ, അപ്പൊ ഈ കഥയും കൂടെ ആഡ് ചെയ്ത് ഞാൻ സ്യൂട്ട് ആവൂ. രണ്ട് കഥയും കൂടെ. അതെ. അതിനല്ലേ ഗ്രാഫിക്സ് അപ്പൊ കഥ പറഞ്ഞുതരാം. ഒരു വലിയൊരു കാട്. വലിയ കാട്. ഈ കാടെന്ന് പറയുമ്പോൾ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ആണ് കേട്ടോ. ക്യാമറ നേരെ കാട്ടിലോട്ട് പോകണം. ക്യാമറ അവിടെ പോകണം, ഞാൻ തീരുമാനിക്കും കേട്ടോ. ക്യാമറ കൊണ്ടുപോകണം. അപ്പൊ വലിയൊരു കാട്. ഈ കാട്ടിന്റെ ഉൾവനത്തിൽ ചെറിയൊരു കുടില്. കുടില് ഓക്കെ. ആ കുടിലിനകത്ത് രണ്ട് യുവമിഥുനങ്ങൾ. ആരൊക്കെ? ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയും. ഈ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അവസാനം ഇലയപ്പം തിന്നണമെന്ന് ആഗ്രഹം വന്നു. അവർ കാട്ടിലോട്ട് പോയി. ചുള്ളടിക്കാൻ ഒരു ആന വന്ന് ചുള്ളി ഓടിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. അതെ അതെ. ഈ കഥയും കണ്ടാണ് സിനിമ ഉണ്ടാക്കാൻ വന്നത്. അതെ, സാർ ഉദ്ദേശിച്ചത് പച്ചയായ ജീവിതമാണ്, പച്ചയായ കഥയാണ്. പച്ചയായ കഥ പറ. പച്ചയായ മനുഷ്യന്റെ പച്ചയായ ജീവിത കഥ ആവിഷ്കരിക്കൂ please. പച്ചയായ ജീവിതകഥ എന്നാ പഠിച്ചോ? ഒരു പച്ച കാട്. അത് അടിപൊളി. ആ കാട്ടിനകത്ത് ഒരു പച്ച വീട്. ആ പച്ച വീട്ടിനകത്ത് ഒരു പച്ച അപ്പൂപ്പനും ഒരു പച്ച അമ്മൂമ്മ. അതെ. അവർക്ക് പച്ച ഇലയപ്പം തിന്നണമെന്ന് കൊതി വന്ന് അങ്ങനെ അവർ പച്ച കാട്ടിലോട്ട് പോയി. അവിടെ ഒരു പച്ച ആന പറഞ്ഞ് ചുള്ളി ഓടിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന പിന്നെ പച്ചക്ക് കത്തിച്ചോളയും. ഞാൻ പറഞ്ഞ ഒരു പച്ച ക്യാമറ എടുത്ത് എന്റെ കൂടെ ഉള്ളതല്ല ഈ. അതെ, സാർ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ കഥക്കകത്ത് അപകടം, ആക്സിഡന്റ് ഇതൊക്കെ വേണം. ആക്സിഡന്റ് വേണം. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കഥയുണ്ട്. നല്ല കഥയാണ്. പക്ഷെ വേറെ കേസ്, കാടുണ്ട്. അവിടെ കാടുണ്ട്. കാടുണ്ട്. ക്യാമറ കൊണ്ടുപോകണ്ട, അവിടെ തന്നെ വെച്ചാൽ മതി. കാടിന്റെ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ. അപ്പൊ ഞാൻ പറയട്ടാ, അപ്പൊ കാട് അങ്ങനെ നിൽക്കുകയാണ്. കാട് എങ്ങനെ നിൽക്കുന്നു? അല്ല, കാട് സാധാരണ നിൽക്കുമ്പോൾ മരങ്ങളൊക്കെ വളർന്ന് നിൽക്കുമ്പോൾ നിൽക്കുകയാണ്. വേരൊക്കെ വളർന്നു. ഈ കാട്ടിന്റെ മുകളിൽ കൂടി ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ പിടിച്ചു നിർത്താനായിരിക്കും. സാറാണ് ഇന്ന് വരെ ഹെലികോപ്റ്റർ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ഹെലികോപ്റ്റർ മറ്റേ ചീമ്പിളിയില്ലേ, അതുകൊണ്ട് അപ്പന്റെ കഴുത്തിൽ വീണ് അപ്പന്റെ കഴുത്തറ്റി പോകും. ഹെലികോപ്റ്ററിന്റെ മറ്റേ ചീമ്പിളിയില്ലേ, മറ്റേ ഹെലികോപ്റ്റർ ചീമ്പിളി ഇങ്ങനെ അത് വന്ന് അപ്പന്റെ കഴുത്തിൽ കറങ്ങണം. ഓ, ഇതൊരു നിലവാരമില്ലാത്ത ഭാഷയാണ്. ചീമ്പിളി അതെന്താ? മലയാളത്തിലുള്ളതാണ്. മലയാളമാണ്. ഓ, ഇതെങ്ങനെയാണ് എഴുതുന്നത്? ഇത് മറ്റേ ചായ ഇട്ടിട്ട് ഇങ്ങനെ ബ്ലീ ഇങ്ങനെ. എടാ ബാപ്ലി, ഈ കഥയും കൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഈ പടം പുറത്തിറക്കും. എന്റെ പൈസ എല്ലാം പോയോ? എന്റെ പൈസ എല്ലാം പോയോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ ടക്കോട്ടിക്ക് കഥയൊന്നും വേണ്ട, എന്റെ ഉള്ള കഥ വെച്ചാൽ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകും. അതിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ സാർമാർക്ക് അല്ല, അവനോട് കുഴപ്പമില്ലല്ലോ. അപ്പൊ അമ്മാവന്റെ സംഭവം, അമ്മാവൻ പ്രൗഢ ഗംഭീരമായിട്ട് നടന്നു വരുന്നു, അട്ടഹസിക്കുന്നു. എന്റെ സാറേ, ഈ ശരീരത്തിന് ഇത്ര അട്ടഹാസമൊക്കെ വരും, അത് മതി. ഈ കൊണ്ടുവന്നല്ലേ, ഇത് തന്നെ മാക്സിമം ആണ്. അടുത്ത അമ്മാവന്റെ ഡയലോഗാണ്. ഞാൻ ഗോതമ്പരാമ റെഡ്ഡി, ഞാൻ ഗോവയ്ക്ക് പോകാൻ റെഡി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കണം അപ്പുറത്ത്. എവിടെ? ഗോവയിൽ പോവാൻ. എന്തിന് ഗോവയിൽ പോകാൻ? ഓ. അപ്പൊ സിനിമ ഇറക്കണ്ടേ? ഇറക്കണം. പടം തിയേറ്ററിൽ വരണ്ടേ? വരണം. മോന് സൂപ്പർ സ്റ്റാർ ആവണ്ടേ? ആവണം. ഫേമസ് ആവണ്ടേ? ആവണം. അപ്പൊ അങ്കിള് പറയണ പോലെ ചെയ് കാല് പിടിക്കുന്നു കേട്ടോ. ഞാൻ ഗോവിന്ദരാമ റെഡ്ഡി, ഞാൻ ഗോവിന്ദന്റെ ഷട്ടി റെഡി. അത് നമുക്ക് ഗ്രാഫിക്സ് കയറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ പ്രശ്നങ്ങളുണ്ട്. അടുത്ത വില്ലനോട് തുമാരാനാ ക്യാ ഹേ? കുമാരന്റെ കായ എവിടെ? കളഞ്ഞു. ഡയലോഗ്, ഹിന്ദി ഡയലോഗ്. मेरा नाम अशरफ. ഡേയ്, ഇത് അഷറഫ് അല്ല, ഇത് ബഷറഫ്. ഇതെടാ, ഇപ്പൊ അടുത്തടുത്ത് കുളിച്ചിട്ട് വാടാ, പോടാ. അടുത്ത ഡയലോഗ്, आपकी तेरी कसम. എന്തൊരു കഷോടെ ഇത്? ഇതെന്താ കഞ്ചാവ് ചെടിയാടാ വളർന്ന് കിടക്കണം? എടാ പോയിച്ചെന്ന് അങ്ങോട്ട് ഞാൻ കുളിയടാ, പോടാ, കുളിച്ച് കുളിച്ച് നനയടാ, പോടാ. മതി. അമ്മാവൻ വീണ്ടും വില്ലനോട്, നീ ഒരു പമ്പര വിഡ്ഢിയാണ്. നീ ഒരു പമ്പര വിഡ്ഢിയാണ്. അയ്യോ,
ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത് ഇവരെന്നൊക്കെ. നാച്ചുറാലിറ്റി. ഇത് തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. അത് തന്നെ അത് വരും. ഇതിങ്ങനെ ഫോളോ ചെയ്ത് പോകണം. ഞാനൊരു പമ്പര വെട്ടിയാണ് കഴിഞ്ഞു കേട്ടോ. അപ്പോ ഞാനൊരു പമ്പര വെട്ടിയാണ് കഴിഞ്ഞിട്ട് യു ആർ എ ഫൂൾ. യു ആർ എ ഫ്ലൂട്ട്. ഫ്ലൂട്ട് നിന്റെ അച്ഛൻ. സാറേ എന്റെ അച്ഛനെ വിളിച്ചു. എന്റെ അച്ഛനെ വിളിച്ചു. എക്സ്ക്യൂസ് മീ, സോറി. നിങ്ങളെ കുടുംബകാര്യത്തിൽ തൽക്കാലം ഞാൻ ഇടപെടുന്നു. നമുക്ക് അടുത്ത വില്ലന്റെ മറ്റേ ഡയലോഗ്. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഓക്കെ, നിന്റെ വീട്ടിലുള്ള ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജട്ടിയിലെത്തിക്കണം. എന്തോന്ന്? എടാ, നിന്റെ വീട്ടിലുള്ള ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജട്ടിയിലെത്തിക്കണമെന്ന്. അതെ സാറേ, ഇത് ശരിയാവൂല. ഈ പടം പൊളിയും. ഈ പടം പൊളി സാർ പറയും. ഈ പടം പൊളിയും സാറേ. അതിപ്പോ നിങ്ങൾ പറയേണ്ട കാര്യം നമുക്ക് പടം പൊളിയും. സാറേ, പടം പൊളിയും, പടം പൊളിയും, പടം പൊളിയും, പടം പൊളിയും. എങ്ങനെ പൊളിയൊന്ന് പറ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ. 30 രൂപയ്ക്ക് ചന്തയെന്ന് വാങ്ങിക്കുന്ന സാധനം ഒറ്റ കടുവിലിന്റെ കളർ പോകും. അത് മാത്രമല്ല ഇതിൽ ഇത്ര സാധനം ഇടാൻ പറ്റൂല. ഈ ചട്ടിയില്. എടാ, വായി നോക്കി ബോട്ട് ചട്ടി. അയ്യോ, ആ ബോട്ടിലും ചട്ടി ഇടൂ. പറഞ്ഞുവിട്, ഇവനെ പറഞ്ഞുവിട്. നിനക്കുള്ള പിന്നെ തരാം കേട്ടോ. അവനെ പറഞ്ഞു വിട്ടാ. അടുത്തായിട്ട് മരിച്ചിരിക്കുന്ന അമ്മാവന്റെ സീനാണ്. മരിച്ചിരിക്കുന്ന അമ്മാവന്റെ സീന് ഓക്കെ ആണോ? അപ്പൊ ഈ അമ്മാവന്റെ സീനില് അമ്മാവൻ മരിച്ചിരിക്കുകയാണ്. സുന്ദരിയായ നായിക, അതായത് അമ്മാവന്റെ മരുമകൾ വരുന്നു. സുന്ദരിയായ നായിക അമ്മാവന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന വൈകാരികമായ ഒരു സീനാണ്. അപ്പൊ മരിച്ചിരിക്കുന്ന അമ്മാവനായിട്ട് ഇരിക്കാനുള്ള ആളെ വിളിക്കുക. റെഡി? ആള് വന്നില്ല. ആള് വന്നില്ലെന്ന്. ആളില്ലേ? ആളില്ല. ഇനിയിപ്പോ ഞാൻ അവിടെ പോയി ഉണ്ടാക്കും. ഇപ്പൊ അഭിനയിക്കാണോ? ഇപ്പൊ അഭിനയിക്കാൻ അടിപൊളിയായിട്ട് അഭിനയിക്കാൻ. എന്റെ അമ്മാവനുണ്ട്. ആരെങ്കിലും കിട്ടിയാ പോരെ വിളി. എന്താ മനുഷ്യൻ വേവടിക്കുമ്പോ എന്ത് 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 അല്ല, എനിക്കറിയത്തില്ല. ഓ ഓ, ഞാനല്ലെന്ന്. അങ്ങനെ മരിച്ചിരിക്കുന്ന അമ്മാവ ഓക്കെ ആയല്ല. ഇനി നമ്മളെ നടി അവിടെ നിന്ന് കടന്നു വരുമ്പോൾ മരിച്ചു കിടക്കുന്ന അമ്മാവനെ സങ്കടത്തോടെ കെട്ടിപ്പിടിക്കുന്നു. അതല്ലേ? പക്ഷേ ഡയലോഗ് മൊത്തം ഞാൻ പറയും. എടാ, നീ ഇപ്പോഴും സ്പോട്ടിൽ മരിച്ചതല്ല. മരിച്ച് 7 ദിവസം കഴിഞ്ഞാണ് നിന്റെ അഴിയ ഡെഡ് ബോഡി എടുത്തോണ്ട് ഇവിടെ കൊണ്ട് വെച്ചത്. നീ എങ്ങനെ സംസാരിക്കും? പോടാ, വായെടുത്ത് അകത്തിട്ട് കണ്ണെടുത്ത് അകത്തിട്ട് പോയി. അടുത്ത നായികയുടെ സംഭവമാണ്. നായിക വിളിച്ചായിരുന്നു. നായിക വിളി. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. കേറി വരൂ നായിക. നായിക. ഓക്കെ, അടിപൊളി നായിക. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ നായിക തെന്നി തെന്നി വന്നത്? ഞാൻ പറഞ്ഞില്ലേ തെന്നിന്റെ നടിയാന്ന്. ഇത്രയും തെന്നു പ്രതീക്ഷിച്ചില്ല. ഹായ് സർ. ഹലോ, എക്സ്ക്യൂസ് മീ, അല്പം ഫ്രൂട്ട് സലാഡ് കിട്ടുമോ? സാറേ, പൂച്ചെടിയല്ല നമ്മൾ ചെടിയിലൊക്കെ ഞാൻ അവിടെ ചെന്നുണ്ടാക്കണം. അതെനിക്കറിയത്തില്ല. നോ 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 നോ, അതല്ല. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നില്ലേ? യാ യാ. കൊടുക്ക്. എന്നെ ചൂടാന്നേ ഇത്. നിങ്ങൾക്ക് എങ്ങനെ സഹിക്കുന്നേ ഇത്? ഒരു ഫാൻ കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ അടി കയറി ഇരിക്കാമായിരുന്നു കേട്ടോ. മാഡത്തിന്റെ കട്ട ഫാനാണ് ഞാൻ. ആണോ? വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇതാണോ സാറ് പറഞ്ഞ ഈ മരിച്ചു കിടക്കുമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന? ഇതാണ് ഞാൻ പറഞ്ഞ നടി, തെന്നിന്ത്യൻ ചലച്ചിത്ര താരം യുവറാണി. എന്റെ സാറേ, ഇത് ഞാൻ പൊളിക്കും. നീ പൊളിക്കുമല്ല, നീ തൊലിക്കും. കഷ്ടപ്പെട്ട് പടം ഉണ്ടാക്കിയിട്ട് അവൻ പൊളിക്കുമെന്ന്. അതല്ലത്, ഞാൻ തകർക്കുന്നത്. തകർക്കും. പിന്നെ വേറൊരു കാര്യം, എന്തായാലും ഈ മരിച്ചു കിടക്കണ ആളിന് ഡയലോഗ് ഇല്ല. ഡയലോഗ് ഇല്ല, ഡയലോഗ് അപ്പൊ ഈ ഇല്ല. നായി വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴേ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടാ. ഞാൻ പറഞ്ഞോളാം. ഗോ, പോ. പോ, ശവം പോ, പോ, പോ. അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മരിച്ചിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക. മരിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക. നേരത്തെ എന്താ ചോദിച്ചത്? ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട് സലാഡാ? നമുക്ക് കഞ്ഞിവെള്ളം പോലും കൊടുക്കരുത്. അതിനുള്ള ക്വാളിറ്റി പോലും ഇല്ല. ഒരുപാട് ചലച്ചിത്രത്തിലൊക്കെ അഭിനയിച്ചല്ലേ, അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ മരിച്ചിരി നിന്നോണ്ടിരിക്കുന്ന അമ്മാവനെ നോക്കി നായിക എന്നല്ല പറഞ്ഞത്, സന്ദർഭമാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ അടുത്തിന് ഡയലോഗ് ഉണ്ട്. അപ്പോ അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് അമ്മാവനെ വന്ന് കാണാൻ സാധിച്ചില്ല. അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ എനിക്ക് അമ്മാവനെ ഒന്ന് കാണാൻ സാധിച്ചില്ല. എന്ത് സംഭവം എന്നറിയാം ആ കുട്ടിയുടെ. സാറിന്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഓക്കെ, ഇത് ഫോളോ ചെയ്തോളൂ കേട്ടോ. അപ്പൊ അമ്മാവന്റെ അടുത്ത് വന്ന് വീണ്ടും, അമ്മാവന് എന്നോട് പിണക്കമാണോ അതോ പരിഭവമാണോ? അമ്മാവന് പിണ്ണാക്ക് വേണോ അതോ പരിപ്പുവട വേണോ? ഇവക്ക് ആവശ്യം എന്താണെന്നറിയാ? കാലിത്തീറ്റ. കുഴച്ച് അവിടെ അണ്ണാക്കി തട്ടിക്കൊറ. എവിടെ നിന്നൊക്കെ പിടിച്ചോണ്ട് വന്നത്?
മരിച്ചിരിക്കുന്ന അമ്മാവന്റെ കോളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത് ഒരു റിഹേഴ്സൽ ചെയ്യൂ. എന്റെ അമ്മാവൻ എങ്ങനെ മരിച്ചത്? എന്റെ അമ്മാവൻ എങ്ങനെ മരിച്ചത്? സാറേ ഷട്ടറിന് കൈയെടുക്കാൻ പറ, കൈയെടുക്കാൻ പറ. ഇതുപോലെ ഷട്ടറെ പിടിച്ച പലരും ഇപ്പോഴും ഓക്കെ, അപ്പോ അവിടെ ചെന്ന് ഷട്ടി പിടിക്കണ്ട. എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത് ചോദിക്ക്. എന്റെ അമ്മാവൻ എങ്ങനെയാ മരിച്ചത്? എന്റെ അമ്മാവൻ എങ്ങനെയാ മരിച്ചത്? നിന്റെ അമ്മാവനാ ടിപ്പർ ഓട്ടിച്ചോണ്ടിരുന്നപ്പോ ഒരു കൊക്കയിൽ വീണ് ചത്ത്. പടം നടക്കൂല, വീണ്ടും നടക്കും. പടം നടക്കൂല. ഒരു സൈക്കിൾ മാത്രം ഓട്ടിക്കാൻ അറിയുന്ന എനിക്ക് അങ്ങനെ സാറേ ടിപ്പർ ഓട്ടിക്കാൻ അറിയാം. ഡെഡ് ബോഡിയാണോ? പോയിരടാ അവിടെ. പോയിരി. മേഡം, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അല്പം വികാരത്തോടു കൂടി ചോദിക്കണം മേഡം. ഓക്കേ സർ, വികാരമായിരുന്നു. അതെ, അതെ, അതെ. ഇതൊക്കെ ഞാൻ എത്ര ചെയ്തിരിക്കുന്നു സർ, നേരത്തെ പറയണ്ടേ. മാഡത്തിന്റെ ഒരു സീന് ഞാൻ ഇന്നലെ കണ്ടു. സിനിമയിലായിരിക്കുമല്ലേ? സിനിമയിലല്ല, യൂട്യൂബിൽ. സർ പറയൂ. വികാരത്തോടെ ചോദിക്കൂ. എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത് ചോദിക്കൂ. ഏയ്, അതിന്റെ അടുത്ത് ശബ്ദിക്കാൻ പറഞ്ഞ ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ വികാരം കാണിച്ചു കഴിഞ്ഞാൽ ചത്തിരിക്കുന്ന ആരായിരുന്നാലും ഒന്ന് എണീറ്റ് പോകും. ഓക്കെ, വികാരം കണ്ടിന്യൂ. ഏയ്. ഇത്രയും വികാരം മതി, അല്ലെങ്കിൽ എനിക്ക് പടത്തിന്റെ പേര് മാറ്റി വേറെ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വികാരം ഇത്രയൊക്കെ മതി. അടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് മേഡത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ആൾക്കാർ മരിക്കില്ലേ, അപ്പൊ കരയുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു പാട്ടിന്റെ രീതിയിലൊക്കെ കരയില്ലേ? പാട്ട്, സംഗീതാത്മകം, തമിഴ്നാട് പാട്ട്. സംഗീതം മിക്സ് ചെയ്യൂ പ്ലീസ്. പിന്നെന്താ സംഗീതം. മിക്സ് ചെയ്യൂ. ഓക്കെ. എന്റെ അമ്മാവൻ അതാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയാ മരിച്ചത്? ഓക്കെ. എന്റെ അമ്മാവൻ എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? 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 ഇങ്ങനെയാണ് മരിച്ചത്. എനിക്ക് ഇപ്പോ ഒരു കാര്യം മനസ്സിലായി. അറിയാൻ പാടില്ലാത്ത പണി ചെയ്യാൻ പോകരുത്. അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ഏച്ച് കെട്ടിയാലേ മുടച്ചിരിക്കും. ഓ, കുറെ അധികം ചിരിച്ചു. ഒരു സിനിമാ സെറ്റിൽ ചെന്ന് പെട്ട ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു രസികൻ സ്കിറ്റ് നമ്മൾ വീണ്ടും ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ടായിരുന്നു സുധിച്ചേട്ടാ? അയ്യോ, ഇതെന്ത് പറയാനാ, 4 വലിയ കലാകാരന്മാരല്ലേ നിൽക്കണേ. സജി ബേയാട്, ബിജു, ജയ് മാർട്ടിൻ, ഡെനീഷ്. ഞങ്ങളൊരു ടീമായിരുന്നു, ഒരു ടീമാണ്, ഇപ്പോഴും ഒരു ടീം തന്നെ. ഞങ്ങളുടെ ടീം ലീഡർ ആണ് നിൽക്കണത്, സജി ബേയാട്. പിന്നെ ഇപ്പൊ ഈ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ബിജു ഒരൊറ്റ പോക്കായിരുന്നു, അതിന്റെ കൂടെ എല്ലാരും അങ്ങ് വരിക. ആ വ്യക്തി കട്ട് ചെയ്തില്ല. എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ കിടിലം. സജി ബേയുടെ ആ ആക്ഷൻ ഒന്ന് കാണിച്ചേ. വളരെ മനോഹരമായ ഒരു സ്കിറ്റായിരുന്നു. ഒരുപാട് ഞങ്ങൾ ചിരിച്ചു. അതുപോലെ തന്നെ സജി പേയാടിൻ്റെ ഇനിയും കുറേ സാധനങ്ങളുണ്ട് പുള്ളിയുടേതായിട്ടുള്ളത്, പുള്ളിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസുകളുണ്ട്. പിന്നെ ഈ സ്കിറ്റിൽ നട്ടലായിട്ട് നിന്നത് ബിജു വർഗീസാണ്. അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അത് ബാക്കി കാര്യങ്ങളെല്ലാം മനോഹരമായി ചെയ്തു. ഡെനീഷ് നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഡെനീഷിൻ്റെ ഡാൻസ്, പിന്നെ ചിരിച്ചു പോയ ജയൻ മാർട്ടിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നല്ലോ, അത് എല്ലാം നല്ല വ്യത്യസ്തമായ നല്ല പുതുമയുള്ള കുറേ കൗണ്ടറുകളുണ്ടായിരുന്നു, തമാശകളുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അറിയാൻ വയ്യാത്ത ജോലി ചെയ്യാം, അങ്ങനെയുള്ള ഒരു ആൾക്കാരെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സ്കിറ്റായിരുന്നു. ഇവരുടെ സ്കിറ്റ് ഒരു അടിപൊളി സ്കിറ്റ് തന്നെയായിരുന്നു. അതിനകത്ത് നല്ല രസമായിട്ടുള്ള കുറേ സീക്വൻസ് ഉണ്ടായിരുന്നു, കുറേ ചിരിപ്പിച്ചു. നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? വളരെ നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. ഇത്രയും സമയം പോയതും അറിഞ്ഞില്ല. എനിക്ക് മരിച്ചു കിടക്കുന്ന അമ്മാവനെ ഇഷ്ടപ്പെട്ടു. മരിച്ചു കിടക്കുന്ന അമ്മാവൻ ഉഗ്രനായിരുന്നു. നമ്മുടെ നായിക അടിപൊളിയായിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു സ്കിറ്റ് തന്നെ തന്ന ഈ ടീമിന് എത്ര സ്റ്റാർസ് ആണ് ഇന്ന് കിട്ടാൻ പോകുന്നത് എന്നുള്ളതും നമ്മുടെ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം, ഓഡിയൻസ് എത്ര സ്റ്റാർസ്? സോ 3, 4, 5 എല്ലാം ഉണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ 4 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത് 4 സ്റ്റാർസ് ആണ്.
4 സ്റ്റാർസ് സ്വന്തമാക്കിയിരിക്കുന്ന നമ്മുടെ ഈ ടീമിന് നമ്മുടെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. അത് 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ, ഒപ്പം പറക്കാട് ജുവൽസ് നൽകുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. അപ്പോൾ ഇതാണ് ഇവർക്ക് സമ്മാനം. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉല്ലാസേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇനി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്, ഒരു 1-man ഷോ ആണ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സജി കൃഷ്ണ. അപ്പൊ നമുക്കൊക്കെ വളരെ കാലം കൊണ്ട് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. സ്റ്റേജ് ഷോസിലൂടെ അതുപോലെ TV ഷോസിലൂടെ ഒക്കെ പരിചയമുള്ള വ്യക്തിയാണ്. എന്താണ് സ്പെഷ്യൽ പെർഫോമൻസ്? സ്പെഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്ക് താരങ്ങളുടെ ശബ്ദം പഴയ കാലഘട്ടത്തിലും പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ ആ ശബ്ദത്തിന് വ്യത്യാസം വരും. ആ വ്യത്യസ്തത ഞാൻ ഇവിടെ ഒന്ന് അവതരിപ്പിക്കാം. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ 86 കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടെന്ന ചിത്രത്തിലെ പഴയകാല സുരേഷ് ഗോപി. എന്തുണ്ടായിരുന്നു സ്വന്തമെന്ന് പറയാൻ 5 സെന്റ് സ്ഥലവും ഒരു ഓലപ്പേരയല്ലാതെ ഇഞ്ചക്കാട്ട LP സ്കൂളിലെ കേവലം ഒരു വാദ്യാർക്ക് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയപ്പോൾ ഇതൊക്കെ സഹിക്കണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അന്ന് ശേഖരൻകുട്ടിയെ വേണമായിരുന്നു. എന്നിട്ടിപ്പോ അടിപൊളി, അസ്സലായി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജോഷി സാറ് സംവിധാനം ചെയ്ത പത്രം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശബ്ദ വ്യത്യാസം. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചും മന്ത്രി പൊങ്കവന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർ ഏമാന്മാരടക്കമുള്ള തൊക്കിടി സാഹിബിന്റെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് ഒരിറ്റ് ദാഹജലത്തിന് വേണ്ടി കഴിയുന്ന നിരാലംബരായ അമ്മമാരുടെ കണ്ണീരിന്റെ കഥയാവണം വാർത്ത. സോ മിസ്റ്റർ കുരിത്തടം, ഔദക്കുട്ടിച്ചാൻ്റെ നേർ പെങ്ങടെ കഴുത്തിൽ അബദ്ധത്തിൽ മിന്നുകെട്ടിപ്പോയെന്നുള്ളതും വലിയ വലിയ ഏമാന്മാരടക്കമുള്ളവരുടെ അങ്ങുവരെ കയറിച്ചെന്ന് കാശ് സമ്പാദിക്കൽ മാത്രം ആവരുത് ജീവിതം. ദേ ഇതുപോലെ കസേരയിൽ മലന്ന് കിടക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇനി അടുത്ത് എന്താണ്? നമ്മുടെ മമ്മൂക്ക. അപ്പൊ മമ്മൂക്കയുടെ ശബ്ദം. മമ്മൂക്കയുടെ 90 കാലഘട്ടത്തിൽ ഈ കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിൽ അപ്പോൾ അദ്ദേഹം വെല്ലുവിളിക്കാനൊക്കെ ചെല്ലുന്ന വെള്ളമൊഴിച്ചിട്ടൊക്കെ ചെല്ലുന്ന ഒരു സീനുണ്ടല്ലേ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സീനാണ് ആ കോട്ടയം കുഞ്ഞച്ചല്ലേ അദ്ദേഹത്തിന്റെ ആ സീൻ. എടാ ഉപ്പ് കണ്ണം കോരെ ചോണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ പാപ്പി അപ്പി മാത്ത പോത്ത നീ ഒന്നും ഇറങ്ങി വരികയല്ലടാ. നീയൊക്കെ ഓർക്കാപ്പുറത്ത് പുറകെക്കൂടെ വന്ന് തല്ലും. ആമ്പിള്ളേരെ കണ്ണിൽ മണ്ണ് വാരിയിട്ടാന്നോടാ തല്ലുന്നേ. ഇതെന്നാടാ പൂഴിക്കടങ്ങണം. നീ ആടാ തച്ചോളി ഒതേനോടാ കഴിവറാ മോനെ. എടേ മോളിക്കുട്ടി, നീ നിന്റെ അമ്മാച്ചന്മാർക്ക് വേണ്ടി മരണ ഓഫീസ് ചൊല്ലിക്കോടി. എന്നെ ചതിച്ചവളെ ഞാൻ വെറുതെ വിടുകയല്ല. നീ എൻ്റെ കൈ കിടന്ന് പിടയ്ക്കും. എടി ഏലിയാമേ, നിനക്കെൻ്റെ തള്ളയുടെ പ്രായമുണ്ട്. എന്നാലും ഞാൻ പറയാം, നീ എൻ്റെ കൈ കിടന്ന് പടപടപ്പടക്കുവിടെ കഴിവറാ മോളെ. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ഗർപ്പുറപ്പുള്ള ഏത് ഉപ്പ് കണ്ടം ചട്ടമ്പിയാണോ ഉള്ളത്? ചോടയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. അല്ല പിന്നെ അടിപൊളി. അദ്ദേഹവും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ബിഗ് ബി എന്ന ചിത്രത്തിൽ അഭിനയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നമുക്കറിയാം ബിഗ് ബി എന്ന ചിത്രം വളരെ സ്ലോ പാറ്റേണിൽ നിർമ്മിച്ച ഒരു ചിത്രം. അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു മോഡുലേഷൻ. ഇവന്റെ ബാപ്പയെ ദുബായിലായിരുന്നു ഒന്ന് കാണാൻ വന്നത്. ഈ റോഡിൽ കിടന്ന് ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്ങൾ മരിച്ചു. നീയൊന്നും അറിയാതെ ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയും. പറ, പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകേണ്ടത്. വേഗം പറ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്നറിയും. പക്ഷേ ബിലാല് പഴയ ബിലാല് കോളനിയിൽ നിന്നല്ല, അവൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരെ പൊക്കിയിരിക്കും. അതാ ബിലാൽ. പറ്റേ നമ്മുടെ നസീർ സാർ, പ്രേം നസീർ സാർ, അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ നമ്മൾ രൂപഭാവവും ശബ്ദവും എല്ലാം ജയറാം ചേട്ടനിലൂടെ നമ്മളൊക്കെ കണ്ട് സുപരിചിതമായിട്ടുള്ളതാണ്. അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ഒരു ഈ കോമഡി സീക്വൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മുടെ പ്രേം നസീർ സാറിനൊരു വ്യത്യസ്തതയുണ്ട്. അദ്ദേഹം അത് വ്യത്യസ്തത കൊണ്ടുവരും. അത് ഒന്ന് ശ്രദ്ധയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന് മുന്നടിയായി ഇദ്ദേഹം ഈ പ്രണയരംഗങ്ങളൊക്കെ അതിമനോഹരമായി അഭിനയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ ശകലങ്ങൾ. രാജകുമാരി, ഞാൻ അത്രയ്ക്ക് മടയനൊന്നുമല്ലേ. ആ രാജകുമാരിയുടെ ഈ താമരപ്പൂ പോലെയുള്ള കൈകൾ എൻ്റെ ഉറുമ്പ് പിടിച്ച തഴമ്പിച്ച കൈക്കുള്ളിക്കിടന്ന് വീർക്കും. വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടി ഞാനൊരു തുളസിക്കതിരണിയിക്കും. 1000 സേവകരുള്ള ആ ശ്രീരംഗ മഹാരാജാവിൻ്റെ അന്തഃപുരത്തിൽ കയറി ആ രാജകുമാരിയോടൊത്ത് പട്ടുമത്തെ ശയിച്ച് ആ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും ഉമ്മ. അപ്പോ രാജകുമാരി പറയും, ഞാനൊരു രാജകുമാരിയാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല കാണില്ല.
ആ അമൃതയെ തുണ്ട് കഴിഞ്ഞാൽ പിന്നെ മരിച്ചാൽ എന്താ ജീവിച്ചാൽ. പൊളിച്ച്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ കോമഡി സീക്വൻസിലൊക്കെ അഭിനയിക്കുന്ന ശബ്ദ വ്യത്യാസം, അതിലൂടെയാണ് അദ്ദേഹം കോമഡി സീക്വൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ. ആയി തമ്പുരാനെ, ആയി ഞാനും ഇവനും കൂടെ അതുവഴി വന്നപ്പോ അവിടെ ഒരു പാമ്പ്. അല്ലേടാ തോമ, ആണെന്ന് പറയടാ തോമ, അല്ലെങ്കിൽ തമ്പുരാൻ വാളെടുത്ത് നമ്മുടെ തല ആയി ടിഷാൻ ടിഷാൻ കൊയ്യുമ്പട. ആണെന്ന് പറയടാ തോമ. ഗംഭീരായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജയൻ, ആ ജയൻ നമ്മുടെ കോളിളക്കം എന്ന ചിത്രത്തിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 3-4 ചിത്രങ്ങൾ ഡബ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ഒരു കലാകാരനായിരുന്നു. അപ്പോൾ അതിനെ ചൂട് വെച്ചിട്ടാണ് ഞാനടക്കമുള്ള പല മിമിക്രി ആർട്ടിസ്റ്റുകളും ആ ശബ്ദമാണ് അനുകരിച്ചത്. അന്ന് അദ്ദേഹം കുറച്ച് നീട്ടിയിട്ടൊക്കെയാണ് ശബ്ദം. അത് അദ്ദേഹത്തിന് തന്നെയല്ല, കാരണം എന്ന് പറഞ്ഞാൽ അന്ന് തിയേറ്ററിൽ ഉള്ള ശബ്ദങ്ങൾ കേട്ടിട്ടാണ് അദ്ദേഹം ചെവിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഇന്ന് അതിനുള്ള ഓപ്ഷൻസ്, അതിനുള്ള മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായിട്ട് നമ്മുടെ ജയൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദ സൗകുമാര്യത്തിൻ്റെ ഒരു ഉടമയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജയൻ. അപ്പോൾ ജയൻ്റെ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ ഡബ് ചെയ്തൊരു ശബ്ദം. വട്ടിയൂർക്കാവ് പൂരം കാണാൻ ഈ കാട് വഴിയാണ് പോകേണ്ടത്. അവിടെ മറവന്മാരുണ്ട്. അവരുടെ കയ്യിൽ നിങ്ങൾ പെട്ടാൽ മാമ്പഴം ചീമ്പിക്കുറിക്കുന്ന കണക്ക് ചീമ്പിക്കുറിക്കും. പിന്നെ നിങ്ങളുടെ ശവശരീരം ചെന്നിയോട്ട് പുഴക്കരയിൽ ചീഞ്ഞളിയും. എടി പെണ്ണേ, അച്ഛൻ ആനപ്പുറത്ത് കയറിയ തഴമ്പ് മകൾക്കുണ്ടാവുമോ? നീ എൻ്റെ നെഞ്ചത്ത് നൽകിയ ചൂടും ഞാൻ ഒരിക്കലും മറക്കില്ല. പോയി വരൂ പൊന്നി, പോയി വരൂ. വളരെ ഡിഫറെന്റ് ആയിട്ടായിരുന്നു. കാരണം എപ്പോഴും ജയനെ അനുകരിക്കാന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഒരു നീട്ടലും ഒരു കൈ നീട്ടലും ഒരു ചെരിയലും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു ആ സമയത്ത് എല്ലാവരും കേട്ടിരുന്നത്. അതെ അതെ. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യാസം കാണിച്ചു തന്നതിന് സന്തോഷം. നമ്മുടെ ജയൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. അതെ അതെ. അന്ന് ആ പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അങ്ങാടി എന്ന ചിത്രത്തിൽ സാറ് സംവിധാനം. തീർച്ചയായിട്ടും പറയാം. കൂലീസ്, ടോൾ പുലേഴ്സ്, മേ ബി വി ആർ പുവർ ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. യു വിൽ ജഡ്ജ് ദി സ്റ്റാറ്റസ് ഓഫ് ലൈഫ് because power settle blood. Let be the last time. If you dare to say that words one more, I will pull out your bloody tongue. Sorry, sir. Hello, Ashraf. Hello. How are you? I'm good. Good. Once upon a time നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഫോണിലൂടെ. നമ്മളോ? അയ്യോ സോറി, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഞാൻ സംസാരിച്ചായിട്ട് ഓർക്കുന്നില്ലല്ലോ. അല്ലല്ല, സംസാരിച്ചു. നമ്മൾ ഒത്തിരി സംസാരിച്ചു. ആണോ? പിന്നെ സാധ്യതയില്ല. ഇല്ല, ഞാൻ ഇന്നലെ അങ്ങനെ ആരോടും തന്നെ സംസാരിച്ചിട്ടില്ല. സംസാരിച്ചു നുണ പറയണ്ട. കാരണം ഈ ഫോണിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം മമ്മൂട്ടർ പോലെയാണ്. അതാ തിരിച്ചറിയാൻ പറ്റാത്തത്. അപ്പോൾ നേരിട്ട് സംസാരിക്കുമ്പോൾ മരപ്പെട്ടിയുടെ കൂട്ടായിരിക്കും. അല്ല ഇല്ല ചേട്ടാ, ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഉറപ്പിച്ച് പറയുന്നത് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചിട്ടില്ല താങ്കളോട്. അങ്ങനെയാണല്ലേ? ഇതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊട്ടേഷനാണോ? വരൂ. കൊട്ടേഷനല്ല തൊഴിലാ. സത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല നിങ്ങളോട് സംസാരിച്ചത്, അതുകൊണ്ടാണ്. എന്നാ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. മനോരഞ്ജൻ. മണഗുണാഞ്ചനോ? അങ്ങനെ ആരെങ്കിലും പേരിടുവോ? മണഗുണാഞ്ചനല്ലോ. പിന്നെ മനോരഞ്ജൻ. അതായത് തെങ്ങ് കയറ്റക്കാരൻ മനോരഞ്ജൻ. ഓ, തെങ്ങ് കയറണ ചേട്ടൻ. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ സംസാരിച്ചാണ് വീട്ടിൽ തേങ്ങ ഇടണം. ചേട്ടൻ വെറുതെ പേടിപ്പിച്ചു. പേരും ആ ജോലിയായിട്ട് ഒരു മാച്ചിങ് ഇല്ലല്ലോ. അത് കറക്റ്റാ. ഈ മനോരഞ്ജൻ എന്നൊക്കെ ഉള്ള പേര് ഈ ഗാനമേളയിലെ മലയാളം പാടുന്ന ഗായകർക്കൊക്കെ ഇടാൻ പറ്റിയ പേരാണ്. ഇതൊരു പഞ്ചില്ല. അപ്പൊ അതാകുമ്പം അടുത്ത ഗാനം പാടുന്നു മനോരഞ്ജൻ, അതൊരു പഞ്ചുണ്ട്. ശരിയാ. അടുത്ത തെങ്ങ് കയറുന്നു മനോരഞ്ജൻ, അതിലെന്താണ് ഒരു പഞ്ച്? ഒരു പഞ്ച് ഉള്ള പഞ്ച് മതി. ഞാൻ സഹിച്ചോളാം. അപ്പൊ സംഭവമൊക്കെ മനസ്സിലായി. പക്ഷെ ഞാൻ ചേട്ടൻ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് പറ്റിപ്പോയതല്ലേ. ഞാൻ സെലിബ്രിറ്റികളുടെ വീട്ടിൽ മാത്രമേ തെങ്ങ് കയറാറുള്ളൂ. അതാണ് എന്റെ ഈ കോസ്റ്റ്യൂം എങ്ങനെ ആക്കിയിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ ഉണ്ട് ഇത്യാദി ആർട്ടിസ്റ്റുകളുടെ വീട്ടിലൊക്കെ തെങ്ങ് കയറുന്നതാണ്. ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ആരുടെ വീട്ടിലെ തെങ്ങ് കയറാനാ? ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിലെ തെങ്ങിൽ കയറാൻ ഇഷ്ടം. അതാകുമ്പോ നമുക്ക് അല്പം ചെറിയൊരു ഇങ്ങനെ കയറാൻ സൗകര്യം ഉണ്ടാവും. ഇങ്ങനെ കയറി നമുക്ക് 2 പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി വരാം. വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിലെ തെങ്ങ്. അത് ഞാൻ ചോട്ടിൽ നിന്നിട്ട് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കും. അപ്പൊ തന്നെ
മ്യൂസിക്. അപ്പൊ തെങ്ങ് നിന്നിട്ട് ഇങ്ങനെ 4 കുലുക്ക. തേങ്ങ കുടിച്ചായത്തോളം ഞാൻ പറക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. അടിപൊളി ആ, ഏറ്റവും എളുപ്പമുള്ള തെങ്ങ ഏതാണ്? ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചുബ്രഹ്മണ്യന്റെ വീട്ടിലെ തെങ്ങാണ്. എന്താണത്? ഇതെങ്ങനെ പറിച്ചിട്ടായി ഇങ്ങനെ? അതെന്താ അങ്ങനെ പറിച്ചിരുന്നേ? ചെറിയ തെങ്ങല്ലേ? ഓ അങ്ങനെ കുഞ്ഞി തെങ്ങ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചേട്ടൻ ഇപ്പൊ ഇത്രയും കാലങ്ങളായിട്ട് ഈ ഫീൽഡിലുണ്ട്, സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ മാത്രമേ ഇരുന്നുള്ളൂ, അതെ. ഈ മക്കളെയൊക്കെ കൂടെ ഈ ഫീൽഡിൽ ഇറക്കി കൂടെ തെങ്ങിൽ കയറാൻ? അവന്മാരെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ മരത്തേ കയറാനായിട്ട്? അവർക്ക് നേരം ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമല്ലേ? അല്ല എങ്ങനെയാ ഇതിന്റെ കൂലി? കൂലി എന്ന് പറഞ്ഞാൽ കയറുന്നതിന് ഒരെണ്ണം, ഇറങ്ങുന്നതിന് ഒരെണ്ണം, പിന്നെ എൻ്റെ പിച്ചത്തെപ്പിടിയിൽ ഒരെണ്ണം ഇപ്പം ഉണ്ടാവും, പിന്നെ ഒരെണ്ണം ഞാൻ എടുക്കും, പിന്നെ ഒരെണ്ണം അശ്വതി തരണം. അങ്ങനെയാണോ? അപ്പൊ അത്രയും കൂലി തരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം തന്നെ നാളെ ചേട്ടൻ വന്ന് തേങ്ങ ഇട്ടോളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു JCB കൊണ്ടുവരെ. എന്തിനാ? അല്ല ഇങ്ങനെ തറവാട് മുടിക്കാൻ വേണ്ടി അവിടെ ഒരു തെങ്ങ് വേണ്ടല്ലോ, ചേട്ടൻ അത് മൂടോടെ പിഴുതോണ്ട് വെക്കും. അങ്ങനെ ഇപ്പൊ ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്റെ ചേട്ടാ, നമ്മളിങ്ങനെ ഈ കഴുത്തറപ്പം കൂലി ഒന്നും മേടിക്കരുത്. ഒന്നുമില്ല, തെങ്ങൊരു കൽപ്പവൃക്ഷമല്ലേ? ആര് പറഞ്ഞു? ഈ തെങ്ങ് നമ്മുടെ കേരളത്തിന്റെ കൽപ്പവൃക്ഷം. അത് ആർക്കാർക്കും കൽപ്പവൃക്ഷം, കലിപ്പ് വൃക്ഷം, കലിപ്പ് വൃക്ഷം അങ്ങനെ പറയും. എന്താ ചേട്ടാ, തെങ്ങ് ചതിക്കില്ല ഒരിക്കലും. ചതിക്കില്ല, അത് ശരിയാ. എന്ത് ഈ കലിപ്പ് വൃക്ഷം എന്ന് പറഞ്ഞാൽ? ഈ നമ്മുടെ ലേഡീസ് ഹോസ്റ്റലിലെ കുറച്ച് പെമ്പിളേര് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ തെങ്ങിലൊന്ന് കയറി തരണം, തേങ്ങ ഇട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒട്ടും ടൈമില്ല, നോ ടൈം. പക്ഷെ അവർ പറഞ്ഞ സമയം കിട്ടുമ്പോൾ ചേട്ടൻ വന്നത് തേങ്ങ ഇട്ട് തരണം, സമയം പോലെ. ഞാൻ എൻ്റെ ഒരു സമയം കണ്ടെത്തി, വെളുപ്പിന് 3 മണിക്ക് ഞാൻ മതിലയാടി കടന്ന് ഈ ശബ്ദം കേട്ടോടി ആ പെണ്ണുങ്ങളൊക്കെ ഓടി വന്ന് എന്നെ തെങ്ങ പിടിച്ച് കെട്ടിയിട്ട്. അങ്ങനെയുണ്ട്, എന്റെ സമയം നോക്കിച്ചതാ, എനിക്ക് അപ്പോഴാണ് ഫ്രീ ആവാൻ പറ്റിയത്. പാവം. എന്നിട്ട് അല്ലെ പക്ഷേ ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് മാത്രം തെങ്ങിനെ കുറ്റം പറയാൻ പറ്റില്ല. അതിപ്പോ ചേട്ടന്റെ കയ്യിലിരിപ്പുകൊണ്ടാണെന്ന് പറയാം. തെങ്ങൊരു സത്യമുള്ള വൃക്ഷമാണ്. തെങ്ങിന്റെ ഏത് ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാം. സത്യം, എല്ലാ ഭാഗങ്ങളും വെച്ചിട്ടാണ് എനിക്ക് പെരുമാറിയത് അവരെല്ലാവരും കൂടി. അതിന്റെ കവളമ്പഴത്തെ പുറത്തടിച്ച്, പിന്നെ തേങ്ങ എടുത്തിട്ട് നെറ്റിക്കിടിച്ച്, പിന്നെ ചൂട്ട് കത്തിച്ച് പുറത്ത് കുത്തി, പിന്നെ പച്ചീർക്കിലെടുത്തിട്ട്, അയ്യോ നന്നായി, അല്ല ചെവിട്ടി കൂടി കടത്താൻ നോക്കി. മനസ്സിലായി. ഞാൻ പറഞ്ഞു ഞാൻ തെങ്ങ് കയറാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു കണക്കിന് വിശ്വസിപ്പിച്ച് ഞാൻ പോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും ഫിക്സ് ചെയ്തു. അപ്പൊ ചേട്ടൻ നാളെ വന്നിട്ട് എന്റെ വീട്ടിലെ തേങ്ങ ഇടും. നാളെ പറ്റില്ല, മറ്റന്നാള് വരാം. അത് നാളെ പറ്റില്ലാത്ത? മറ്റന്നാൾ വന്ന് ഞാൻ കയറിയേക്കാന്ന്. പക്ഷെ നാളെ നിങ്ങളൊരു പണി ചെയ്യണം, ആ തെങ്ങ് നന്നായിട്ടൊന്ന് കഴുകി വാഷ് ചെയ്തിട്ട്. തെങ്ങ് കഴുകാൻ ഇതെന്താ വണ്ടിയാണോ കഴുകിയിടാൻ പറയാൻ? പിന്നെ തെങ്ങിനുള്ള പൂപ്പലൊക്കെ എന്റെ മെത്താവൂലേ, ഇൻഫെക്ഷൻ വരും, ഇൻഫെക്ഷൻ. പിന്നെ കഴുകിടണം, കഴുകിയിട്ടാലേ കയറുള്ളൂ. അല്ല ഒരു കാര്യം ചെയ്തോട്ടെ, നിങ്ങൾ വേണ്ട, നിങ്ങൾ അത്ര വലിയ ചാടയാണെങ്കിൽ നിങ്ങൾ വേണ്ട, നിങ്ങൾ ഞങ്ങൾ വേറെ ആളെ നോക്കോളാം. നമ്മള് വേറെ ആളെ കിട്ടോ നോക്കട്ടെ. തെങ്ങിന്റെ പൂപ്പല് പറ്റുന്ന ഇൻഫെക്ഷൻ ആവും. പിന്നെ പറയാറുണ്ടല്ലോ പുച്ഛിക്കുന്നവിടെ ഇരുന്ന് പുച്ഛം. എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നാ? നിങ്ങൾ വലിയ അറിവുള്ള ആൾക്കാരല്ലേ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയോ? അങ്ങനെ ഞാൻ ഫ്രീ ആയിട്ട് തെങ്ങ് കയറി കയറാം. ചോദിക്കേ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തെങ്ങ് കയറി. എല്ലാരും കേട്ടതാണ്. ഉത്തരം ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തെങ്ങ് കയറി. അതായത് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ മലയാളത്തിന്റെ ചെമ്മീനാന്ന് എല്ലാവർക്കും അറിയാലോ. ഞാനല്ലേ ക്വസ്റ്റ്യനിലേക്ക് കടന്നില്ല. ആ ചെമ്മീൻ എന്ന സിനിമയിൽ അഭിനയിച്ച നായകന്റെ മധു ആണെന്ന് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാലോ മിസ്റ്റർ. അറിയാം. ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ? അതല്ലേ ചോദ്യം. ഇല്ല, ചെമ്മീനിലെ നായികയായി ഷീലയാണെന്ന് എല്ലാവർക്കും അറിയാം മിസ്റ്റർ. ഞാൻ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. അതിലെ ആ ചിത്രത്തിന്റെ സംവിധായകൻ അതല്ല ചോദ്യം. ചെമ്മീൻ എന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിന്റെ വാൾ പോസ്റ്റ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ച വ്യക്തിയുടെ പേരെന്ത്? ചോദ്യം ഒന്നുകൂടി കേൾക്കണോ? മനസ്സിലായില്ല. ആ വ്യക്തിയുടെ പേര്, വാൾ പോസ്റ്റ് ഒട്ടിച്ച വ്യക്തിയുടെ പേര്. അതങ്ങനെ വലിയ പ്രശസ്തനായ ഏതെങ്കിലും വ്യക്തികളാണോ? ആലോചിക്കൂ, നിങ്ങൾ വലിയ പുച്ഛത്തോടൊക്കെ എന്നെ പോകൂന്ന് പറയണ്ടായിരുന്നല്ലോ, പറയൂ. അല്ല അത് നമ്മൾ അതിപ്പോ ഇങ്ങനെ പറയാനാ, അത് പണ്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി. എത്ര വർഷമാണെങ്കിലും ഇത് വേണം, തലയിൽ എപ്പോഴും നോട്ട് ചെയ്തിരിക്കണം. ആരെങ്കിലും ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നോ? പിന്നെ അതാണ് ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡ് ഇത് കാലങ്ങളായിട്ടുള്ളതല്ലേ ബസ് സ്റ്റാൻഡ്. അറിയില്ല. ചേട്ടൻ പറയൂ. വാൾ പോസ്റ്റ് ഒട്ടിച്ച വ്യക്തിയുടെ പേര് ശശി. ഏത് ശശി? അങ്ങനെ നിങ്ങൾക്കറിയാം? അതായത് എന്റെ പൊന്നു കൊച്ചേ, അതായത് വാൾ പോസ്റ്റ് ഒട്ടിച്ചിട്ട് നോട്ടീസ് ഒട്ടിച്ചോട്ടെ ആരോ കിട്ടെ അവരുടെ പേരൊക്കെ ശശി എന്നായിരിക്കും. അതെ, അങ്ങനെയാണ്. അതാണ് പഴയ കാലഘട്ടം ഒരു തുടർച്ചാവകാശമാണ് അത്. ശശി നാട്ടുനടപ്പല്ലേ? നാട്ടുനടപ്പ.
ഫ്രീ ആയിട്ട് അപ്പൊ ഫ്രീ ആയിട്ട് കയറാനൊന്നും സമ്മതിച്ചില്ല. അപ്പൊ തോറ്റുപോയി. തോറ്റു. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറണ്ട. ഇല്ല, ചേട്ടൻ എന്നാ പിന്നെ ഒരു കോള്. അയ്യോ പൊക്കോ മാറി നിന്ന് സംസാരിച്ചോ. വരുമ്പോ പനയിലും കയറണോ? പനയിൽ കയറിട്ട് കളിക്കാൻ. നമ്മുടെ കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ബൈ ഫ്രം us.